അലിയൻസ് അറീനയിലെ ഉരുണ്ട പന്തിന് പിന്നാലെയുള്ള പോരാട്ടത്തിൽ അവസാനമായി ഏറ്റുമുട്ടുന്നത് രണ്ട് തുല്യശക്തികൾ തമ്മിൽ. യുഎഫ നേഷൻസ് ലീഗിന്റെ ആ കനകക്കിരീടം ആരുയർത്തുമെന്നത് കാണാൻ ലോകത്തിലെ എല്ലാ കാൽപന്താരാധകരും കാത്തിരുന്ന നിമിഷം. ദ ഗ്രാൻഡ് ഫിനാലെ, പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. 4-2-3-1 എന്ന ഫോർമേഷനിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ പോർച്ചുഗൽ ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് സ്പെയിൻ ഇറങ്ങുന്നത് താരസമ്പന്നമായ നിരയുമായാണ്. സ്പെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ചൊരു ടീം സ്ട്രെങ്തുമായാണ് അവർ കളത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അലിയൻസ് അറീനയെ വിറപ്പിച്ചുകൊണ്ട് ആവേശകരമായ മത്സരം ആരംഭിക്കുന്നു. എന്നാൽ സ്പെയിൻ പ്രതീക്ഷിച്ച പോർച്ചുഗലിനെ അല്ല അവിടെ കണ്ടത്. ന്യൂനോ മെൻഡസും ജാവോ നെവസുമെല്ലാം വിങ്ങുകളിലൂടെ ആക്രമിച്ച് കളിക്കുന്ന പോർച്ചുഗൽ. മറുവശത്ത് പോർച്ചുഗലിനെ തടയിടാൻ വേണ്ടി യമാലും പെഡ്രിയും നിക്കോ വില്യംസും അടങ്ങുന്ന സ്ക്വാഡ്. പോർച്ചുഗലിന്റെ പ്രതിരോധ നിരക്കെല്ലാം വലിയ തലവേദന തന്നെയാണ് സ്പെയിനിന്റെ മുന്നേറ്റ നിരക്കാർ സൃഷ്ടിക്കുന്നത്. പെഡ്രിയുടെ മനോഹരമായൊരു ഷോട്ട് സ്പെയിൻ ഗോൾ അടിച്ചു എന്ന് തോന്നിപ്പിച്ചു പോയി. നിക്കോ വില്യംസ് എന്ന 11-ാം നമ്പറുകാരൻ പോർച്ചുഗലിന്റെ ബോക്സിലേക്ക് ആക്രമണങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നു. 21-ാം മിനിറ്റിൽ സ്പെയിനിന്റെ ആദ്യ ഗോൾ വരുന്നു. യമാലിന്റെ ക്രോസ് തട്ടിത്തെറിച്ചുകൊണ്ട് സ്പാനിഷ് മിഡ്ഫീൽഡറുടെ കാലുകളിലേക്ക് സുബിമെൻഡി അതിസിമ്പിളായി ഗോൾ വലയിലേക്ക് നിറയൊഴിക്കുന്നു. അലിയൻസ് അറീനയിലെ സ്പാനിഷ് ആരാധകരെല്ലാം പൊട്ടിത്തെറിക്കുന്ന കാഴ്ച. മത്സരത്തിന്റെ ആദ്യ പത്യം ഏറ്റെടുത്തുകൊണ്ട് സ്പെയിൻ. എന്നാൽ ആ ഗോൾ അടിച്ച് അധികമൊന്നും കഴിഞ്ഞില്ല. 26-ാം മിനിറ്റിൽ പോർച്ചുഗലിന്റെ ലെഫ്റ്റ് വിംഗ് ബാക്കായ ന്യൂനോ മെൻഡസിന്റെ സൂപ്പർ ഷോട്ട് ഇതാ ഗാലറിയിലുള്ള ചുവന്ന ചെകുത്താന്മാർ നൃത്തമാടിരുന്ന കാഴ്ച. മത്സരം വീറും വാശിയുമോടെ സമനിലയിലേക്ക് പോകുന്നു. ഇറ്റ്സ് പോർച്ചുഗൽ 1 സ്പെയിൻ 1. അതിനുശേഷം ഇരു ടീമുകളും അറ്റാക്കുകൾ ശക്തമാക്കാൻ തുടങ്ങി. ഫൗളുകൾ അധികരിക്കാൻ തുടങ്ങി. പോർച്ചുഗൽ വിങ്ങുകളിലൂടെ കൂടുതൽ മുന്നേറാൻ തുടങ്ങി. മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ പന്തുമായി പോർച്ചുഗലിന്റെ ബോക്സിലേക്ക് പെഡ്രി. ഇതാ ഒയർസബാലിന് പന്ത് കൈമാറുന്നു. സ്പാനിഷ് ആരാധകർ വീണ്ടും ആവേശത്തിമർപ്പിലാവുന്നു. സ്പെയിൻ വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. അങ്ങനെ അലിയൻസ് അറീനയിലെ ആവേശകരമായ പോരാട്ടം 2-1 എന്ന സ്കോർ ലൈനിൽ ഹാഫ് ടൈമിലേക്ക്. സെക്കൻഡ് ഹാഫിൽ പോർച്ചുഗൽ കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങി. പെഡ്രോ നെറ്റോയുടെ നല്ലൊരു മൂവാണ് അവിടെ ഗോളായി മാറിയത്. പക്ഷേ ഭാഗ്യവും ദൈവവും സ്പെയിനിന്റെ കൂടെ തന്നെ നിന്നു. അതുകൊണ്ടൊന്നും പോർച്ചുഗൽ നിർത്താൻ തയ്യാറായിരുന്നില്ല. വീണ്ടും അവർ അറ്റാക്കുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. മറുഭാഗത്ത് സ്പെയിൻ തന്റെ എല്ലാ കരുത്തും എടുത്തുകൊണ്ട് ഫാബിയൻ റൂയിസിന്റെ ഒരു സൂപ്പർ സ്ട്രൈക്ക്. പക്ഷേ ഡിയോഗോ കോസ്റ്റ എന്ന പോർച്ചുഗലിന്റെ രക്ഷകൻ അവിടെ കൃത്യമായി സേവ് ചെയ്യുന്നു. 61-ാം മിനിറ്റിലാണ് ചുവന്ന ചെകുത്താന്മാരുടെ ആ വണ്ടർഫുൾ മൊമെന്റ് വരുന്നത്. ന്യൂനോ മെൻഡസിന്റെ ഒരു ഡിഫ്ലക്റ്റഡ് ക്രോസ് നേരെ വന്ന് എത്തുന്നത് റൊണാൾഡോയുടെ കാലുകളിലേക്ക്. പിന്നീട് പന്ത് വലയിലേക്കും. സ്റ്റേഡിയം ആകെ പറങ്കിപ്പടയുടെ നായകനെ ഏറ്റുപാടുന്നു. കേരളത്തിലുള്ള പോർച്ചുഗൽ ആരാധകർ വരെ ആ സമയത്തുണ്ടായൊരു സന്തോഷമുണ്ട്. കാരണം അവരുടെ ടീം തിരിച്ചു വന്നിരിക്കുകയാണ്. മത്സരം വീണ്ടും സമനിലയിലേക്ക് പോകുന്നു. സ്കോർ ബോർഡിൽ പോർച്ചുഗൽ 2 സ്പെയിൻ 2. അങ്ങനെ സ്പെയിൻ തന്റെ എല്ലാ കരുത്തും എടുത്തുകൊണ്ട് പോർച്ചുഗലിനെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ന്യൂനോ മെൻഡസ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഡിഫൻസിലാവട്ടെ അറ്റാക്കിങ്ങിലാവട്ടെ ന്യൂനോ മെൻഡസ് എന്ന 23-കാരൻ മൈതാനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഇവിടെ ന്യൂനോ മെൻഡസ് ആണെങ്കിൽ മറുഭാഗത്ത് നിക്കോ വില്യംസ് എന്ന സ്പാനിഷ് വിങ്ങറാണ്. പോർച്ചുഗലിന്റെ ഗോൾ മുഖത്തേക്ക് ഒരുപാട് അവസരങ്ങളാണ് അദ്ദേഹം സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഇരു ടീമുകളും വീറും വാശിയുമോടെ അറ്റാക്കുകൾ ചെയ്തു കൊണ്ടേയിരുന്നു. 82-ാം മിനിറ്റിൽ ഇസ്കോയുടെ ഒരു അമേസിംഗ് ഷോട്ട്. പക്ഷേ വാട്ട് എ സേവ് മാൻ. ഡിയോഗോ കോസ്റ്റ വീണ്ടും പോർച്ചുഗലിന്റെ രക്ഷകനായി അവതരിക്കുകയാണ്. സ്പെയിൻ കളിയുടെ അവസാന നിമിഷം കൂടുതൽ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ഇവിടെ ഒരു നിമിഷം ഗോൾ അടിച്ചു എന്ന് തോന്നിപ്പിച്ചു പോയി. പക്ഷേ വീഗിയുടെ ബ്രില്യൻ സേവിലൂടെ പോർച്ചുഗൽ രക്ഷപ്പെടുന്നു.
പോർച്ചുഗലിന്റെ നായകൻ റൊണാൾഡോയെ അവിടെ പിൻവലിക്കുകയാണ്. അങ്ങനെ കളിയുടെ 90-ാം മിനിറ്റിൽ പോർച്ചുഗലിന്റെ ഫ്രീ കിക്ക് വളരെ അക്രോബാറ്റിക്കായി സേവ് ചെയ്യുന്നു സ്പാനിഷ് കീപ്പർ. അലിയൻസ് അറീനയിലെ ആകാംക്ഷ ഇനിയും വിട്ടൊഴിയുന്നില്ല. ചാമ്പ്യൻസ്മാരെ തീരുമാനിക്കാൻ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. വളരെ എനർജറ്റിക് ആയാണ് ഇരു ടീമുകളും എക്സ്ട്രാ ടൈമിൽ കളിക്കുന്നത്. പോർച്ചുഗൽ ലോങ് ബോളും ത്രൂ ബോളും കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും സ്പെയിൻ ഡിഫൻഡേഴ്സ് പോർച്ചുഗൽ സ്ട്രൈക്കർമാരെ ഒരു നിലയ്ക്കും വിട്ടുകൊടുക്കുന്നില്ല. 97-ാം മിനിറ്റിൽ സ്പെയിനിന്റെ നല്ലൊരു ട്രൈ ആയിരുന്നു, പക്ഷേ അപകടങ്ങളൊന്നും സൃഷ്ടിക്കാതെ പുറത്തേക്ക് പോകുന്നു. മറുഭാഗത്ത് പോർച്ചുഗലിന്റെ ന്യൂനോ മെൻഡസ് വളരെ ടാക്ടിക്കൽ മൂവ് ആയിരുന്നെങ്കിലും റഫറി പെനാൾട്ടി അനുവദിക്കുന്നില്ല. ജർമ്മനിയിലെ അലിയൻസ് അറീന സ്റ്റേഡിയം ആവേശത്താൽ പ്രഗൽഭനം കൊള്ളുന്നു. ഇവിടെ പന്തുമായി ഒപ്പോണന്റ് ഹാഫിൽ മുന്നേറുന്ന റാഫേൽ ലിയോയെ യമാൽ പിന്നിൽ നിന്നും ഫൗൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യമാലിന്റെ ഒരു ഷോട്ടോടുകൂടി എക്സ്ട്രാ ടൈമിന്റെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. സ്റ്റിൽ പോർച്ചുഗൽ 2 സ്പെയിൻ 2. ഒരുപാട് അവസരങ്ങൾ ഇരു ടീമിനും ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഗോൾ ലക്ഷ്യത്തിലേക്ക് മാത്രം അവർക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ രണ്ടു ടീമുകളും എക്സ്ട്രാ ടൈമിൽ ഗോളുകളൊന്നും നേടാതെ മത്സരത്തിന്റെ 120 മിനിറ്റും അവസാനിക്കുന്നു. 65,000-ൽ പരം കാണികളുള്ള അലിയൻസ് അറീനയിൽ ഇനി വിജയികളെ തീരുമാനിക്കുന്നത് പെനാൽറ്റി ഷൂട്ടൌട്ട് എന്ന ലക്ഷ്യം മാത്രമാണ്. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൌട്ടിന് പന്ത് വെക്കുന്നു. ആദ്യ കിക്കെടുക്കാൻ വരുന്നത് പോർച്ചുഗലാണ്. പോർച്ചുഗലിന്റെ 9-ാം നമ്പറുകാരൻ ഗോൺസാലോ റാമോസ് സിമ്പിളായി ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് വലയിലേക്കിടുന്നു. ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാം റൊണാൾഡോയുടെ ആ ഒരു കോൺഫിഡൻസും പ്രാർത്ഥനയുമെല്ലാം. കാരണം അദ്ദേഹം അത്രയും ആഗ്രഹിച്ചു കാണും തൻ്റെ രാജ്യത്തിനായി വീണ്ടും ഒരു നാഷൻസ് ലീഗ് വേണമെന്ന്. സ്പെയിനിന്റെ ആദ്യ കിക്കെടുക്കാൻ വരുന്നത് മെറീനോയാണ്. വളരെ കൂളായി തന്നെ അദ്ദേഹവും സ്കോർ ചെയ്യുന്നു. സ്പാനിഷ് ആരാധകരെല്ലാം നൃത്തമാടിടുന്ന കാഴ്ച. പോർച്ചുഗലിന് വേണ്ടി രണ്ടാമത്തെ കിക്കെടുക്കാൻ വരുന്നത് അവരുടെ മിഡ്ഫീൽഡർ വിറ്റീനയാണ്. ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും കൊടുക്കാതെ ഗോൾ വലകുലുക്കുന്നു വിറ്റീന. അടുത്തതായി സ്പെയിനിന് വേണ്ടി അലക്സിന്റെ ബ്യൂട്ടിഫുൾ പെനാൾട്ടി ഗോളിലൂടെ സ്കോർ ബോർഡിൽ ഒപ്പം എത്തിയിരിക്കുന്നു. ഇറ്റ്സ് 2-2. മൂന്നാമതായി വരുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. കീപ്പറെ ഇടത്തോട്ട് കവിളിപ്പിച്ച് പന്തിനെ വലത്തോട്ട് മനോഹരമായി പറഞ്ഞയക്കുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. സ്പെയിനിന് വേണ്ടി ഇസ്കോ വരുന്നു. ഇസ്കോയുടെ പവർഫുൾ ഷോട്ട് കീപ്പറിന്റെ ഫിംഗർ ടിപ്സിൽ തട്ടിക്കൊണ്ട് ഗോളാവുന്ന കാഴ്ച. ഇറ്റ്സ് 3-3. മത്സരം വീണ്ടും മുറുകുന്നു. നാലാമത്തെ പെനാൽറ്റി ന്യൂനോ മെൻഡസിന്റെ ബുള്ളറ്റ് സ്ട്രൈക്ക് ആയിരുന്നു. ഗോൾ കീപ്പർക്ക് യാതൊരു ചാൻസും കൊടുക്കാതെ ഗോളാക്കി മാറ്റുന്നു ന്യൂനോ മെൻഡസ്. സ്പെയിനിന്റെ അടുത്ത കിക്കെടുക്കാൻ വരുന്നത് മൊറാറ്റയാണ്. പക്ഷേ ഇത്തവണ കൃത്യമായി ഡീഗോ കോസ്റ്റ അവിടെ രക്ഷകനാകുന്നു. ഈ ഒരു സേവോടുകൂടി പോർച്ചുഗലിന്റെ ഗാലറിയും ഡഗൌട്ടുമെല്ലാം ഇളകി മറിയുന്നു. കാരണം അവർ ഏകദേശം വിജയത്തിനരികിൽ എത്തി നിൽക്കുകയാണ്. ഒരു ഗോളും കൂടി അടിച്ചാൽ പോർച്ചുഗലായിരിക്കും യുഎഫ നാഷൻസ് ലീഗിന്റെ ചാമ്പ്യന്മാർ. ആ പ്ലെയേഴ്സിന്റെ മുഖത്തേക്കുള്ളൊരു സന്തോഷം നോക്കുക. അവസാന കിക്കെടുക്കാൻ റൂബൻ നെവസ് വരുന്നു. റൂബൻ നെവസിന്റെ ഷോട്ട് യാതൊരു പിഴവും വരുത്താതെ ഗോൾ വലയിലേക്ക്. കാലവും ചരിത്രവും സാക്ഷിയാക്കിക്കൊണ്ട് റൊണാൾഡോയുടെ പോർച്ചുഗൽ അടുത്ത യുഎഫ നാഷൻസ് ലീഗ് എന്ന കനക കിരീടം നേടുന്നു. റൊണാൾഡോയുടെ ആനന്ദ കണ്ണീർ ആരാധകരെ സന്തോഷത്തിലാക്കുന്നു. തന്റെ രാജ്യത്തെ വീണ്ടും അദ്ദേഹം ഒരു കിരീടത്തിൽ കൂടി ചുംബിക്കാൻ അവസരം കൊടുക്കുന്നു. ആരാധകരാൽ നിറഞ്ഞിരുന്ന അലിയൻസ് അറീന സ്റ്റേഡിയം പറങ്കിപ്പടയുടെ ഗാനങ്ങളാൽ ആനന്ദ കണ്ണീർ പൊഴിയുന്നു. കിരീടങ്ങളൊന്നുമില്ലാത്ത തന്റെ രാജ്യത്തിന് കിരീടങ്ങളാൽ സമ്പൂർണമാക്കിയ വൺ ആൻഡ് ഓൺലി ദ കിങ് ഓഫ് ഫുട്ബോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ.